ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇന്ന് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു പിന്തുടർച്ച എന്നുള്ള രീതിയിൽ പറയുകയാണ് കേട്ടോ. പല ഇക്കാലത്ത് ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ആൺകുട്ടികളെ നന്നാക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടുകാർ കണ്ടെത്തുന്ന ഒരു ഉപാധിയാണ് കല്യാണം. അവനെ നന്നാക്കാനുള്ള ഒരു പരീക്ഷണം, അതിനുള്ളൊരു പരീക്ഷണ വസ്തു എവിടെന്നെങ്കിലും ഒരു പെൺകുട്ടിയെ അവൻ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കണ്ടെത്തി അവനെ കൊണ്ട് കെട്ടിക്കുക. ഇതിൻ്റെ ആഫ്റ്റർ അവർ ചിന്തിക്കുന്നില്ല. അവൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഇതായിരിക്കാം, അവന് താല്പര്യമുണ്ടായി എന്ന് വരില്ല, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും വികലമായിട്ടുള്ള മാനസികാവസ്ഥയിലൊക്കെ ഉള്ളതായിരിക്കും. നമുക്കൊരുത്തന്നെ ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റത്തില്ല കേട്ടോ. എത്രയോ പല കാരണങ്ങളും പുറത്ത്, പല പെൺകുട്ടികളുടെയും മരണത്തിൻ്റെ പിന്നിൽ, ആത്മഹത്യയ്ക്ക് പിന്നിലേക്ക് പുറത്ത് വരാതെ പോകുന്നത് പുറത്ത് പറയാൻ പറ്റാത്തതായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളാണ്. മനസ്സിലായില്ലേ? ചികിത്സകളൊക്കെ ഉണ്ടെങ്കിലും ആരും ഈ ആൺകുട്ടികളുടെ വീട്ടുകാർ അതൊന്നും ആൺപിള്ളേർ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അറിഞ്ഞത്. ഇത് തന്നെ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു ഇതാണ് കേട്ടോ. ആ കുട്ടിയെ കണ്ണീരൊഴുക്കാത്ത ഒരു ദിവസവും ഇല്ല. അറയ്ക്കുന്ന വാക്കുകളാണ് പറയുന്നത്. ഒന്നും ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. ഇതെല്ലാം ആ വീട്ടുകാർ കേൾക്കുക എന്നുള്ളത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പയ്യൻ്റെ വീട്ടുകാരൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നോടോ നിങ്ങളെല്ലാവരും ഓർക്കുക. അപ്പോൾ ഒരു കാര്യം, വരും തലമുറക്കാർക്കെങ്കിലും അവരുടെ വീട്ടുകാർക്കൊന്നും ഓർക്കുക, പെൺകുട്ടികളെ ബലിയാടാക്കാതിരിക്കുക. നിങ്ങളുടെ മകനെ നന്നാക്കിയെടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭേച്ഛ കിട്ടാനോ വേണ്ടിയിട്ട്, അതായത് സ്വത്തോ പണമോ അല്ലെങ്കിൽ കുറേ ആഭരണം കിട്ടും, ഇതൊക്കെ കണ്ടിട്ടാണ് നിങ്ങൾ ഇതിനെ ഇറങ്ങിത്തിരിക്കുന്നതെങ്കിൽ ദയവായി നിർത്തുക. പെണ്ണിൻ്റെ കണ്ണുനീര് വീഴുന്ന ഇടം ഒരു കാലവും ഗതി പിടിക്കില്ല, നശിച്ചു പോകത്തേ ഉള്ളൂ. ഇത് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. മനസ്സിലായില്ലേ? ആ പെൺകുട്ടി എന്തൊക്കെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിട്ടായിരിക്കും ഒരു ജീവിതത്തിലേക്ക് വരിക. അത് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ, പയ്യന് കഴിയില്ല, പയ്യൻ്റെ വീട്ടുകാർക്കും കഴിയില്ല എന്നുണ്ടെങ്കിൽ അതിന് പുറപ്പെടാതിരിക്കുക. പലയിടത്ത് അമ്മമാരാണ് വിഷയം, അമ്മമാരാണ് വില്ലത്തികളാണത്. അച്ഛനും മൗനമാണ്. അച്ഛൻ മൗനമായിട്ടെല്ലാം രണ്ടുപേർക്ക് അനുവാദം കൊടുക്കും, നിങ്ങൾ എന്ത് വേണമെങ്കിലും അയക്കൂ എന്നുള്ളത്. ഇത് നിയമത്തിൻ്റെ ഒരു വീഴ്ച ഇവിടെ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ളവർക്കൊക്കെ ഒരു എളുപ്പമായി കണ്ടെത്തുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല, പക്ഷേ എൻ്റെ നേരെ ബഹളം വയ്ക്കാൻ വരണ്ട. നേരിട്ട് അറിയാവുന്ന